സോ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക് പഠിക്കാൻ പോവുകയാണ്, നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ കാറ്റ് എക്സാം. കാറ്റ് എക്സാം അല്ല, ഏതൊരു എക്സാംസ് എടുത്താലും നമ്പർ സിസ്റ്റം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പേഴ്സിനെ പറ്റി പഠിച്ചാലല്ലേ ബാക്കിയുള്ളതെല്ലാം അറിയാൻ പറ്റുള്ളൂ. എന്താണ് നമ്പേഴ്സ്, എന്താണ് അതിൻ്റെ ഡിവിഷൻസ്, നമ്മൾ എന്തെല്ലാം കവർ ചെയ്യും എന്നല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കും. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ബേസിക്സ് ഓഫ് നമ്പർ സിസ്റ്റം ആയിരിക്കും പഠിക്കണം. നിങ്ങൾ ഈ ഒരു സീരീസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഈ ഒരു സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൽ ബേസ് ടു അഡ്വാൻസ് ലെവൽ വരെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതാണ്. നിങ്ങളത് പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് കാറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പർ സിസ്റ്റം നമ്മൾ എപ്പോഴാണോ നമ്മൾ ഹാർഡ് ആക്കുന്നത്, നമ്പർ സിസ്റ്റത്തിലാണ് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും വർക്കാണ്. ഇപ്പോൾ ആവറേജ് ആയാലും പെർസെൻറ്റേജ് ആയാലും ടൈം ആൻഡ് വർക്ക് ആയാലും ഏതൊരു ടോപ്പിക്സ് ആയാലും നമ്പർ സിസ്റ്റം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം എന്ന് പറയുമ്പോൾ HCF, LCM അങ്ങനെ എല്ലാ ടോപ്പിക്സും നമ്പർ സിസ്റ്റത്തിലാണ് കവർ ചെയ്യുന്നത്. സോ നമുക്ക് സീരീസിൽ കവർ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ, സോ ഫസ്റ്റ് വണ് നമ്മളെ നമ്പർ 3 ആയിരിക്കും. നമ്പർ 3 കഴിഞ്ഞിട്ട് ദെൻ ഫാക്ടേഴ്സ്, ദെൻ ഫാക്ടോറിയൽസ്, ദെൻ LCM, HCF ഇതെല്ലാം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇതിനെപ്പറ്റി 8 to 10 ഇടയിൽ നമ്മൾ ഇതിനെപ്പറ്റി ബേസിക്സ് പഠിക്കുന്നതാണ്. ദെൻ യൂണിറ്റ് ഡിജിറ്റ്, ലാസ്റ്റ് ടു ഡിജിറ്റ്സ്, ദെൻ റിമൈൻഡർ, അങ്ങനെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതാണ് ഈ സീരീസിൽ. സോ ഈ ഒരു ടോപ്പിക്സ്, ഈ പർട്ടിക്കുലർ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു തരുന്ന എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക് നമ്പർ സിസ്റ്റമാണ് ബേസിക്. ഏതൊരു അരിത്തമെറ്റിക്സിന്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ നമ്പർ സിസ്റ്റമാണ്. സോ അത് ക്ലിയർ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്സ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ പറ്റി പറയാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെല്ലാം നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 10ാം ക്ലാസ്സിൽ ഇതിന്റെ ബേസിക്സിനെ പറ്റി പറയുന്നതാണ്. സോ ഇമാജിനറി നമ്പർ എന്താണ്? സോ നമ്പേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിട്ട്? റിയൽ നമ്പറും ഇമാജിനറി നമ്പറും. ഒരു മിനിറ്റ്. സോ റിയൽ നമ്പറും ഇമാജിനറി നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. I ആണ് നമ്മളെ ഇമാജിനറി നമ്പർ. I എന്ന് പറയുമ്പോൾ √-1 ഇതൊരു ഇമാജിനറി ആണ്. കാരണം നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റൂല. കാരണം ഇപ്പൊ √-4 നെഗറ്റീവ് നമ്പർ വന്നാൽ നമുക്ക് പറ്റൂല. ഇപ്പം √-4 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മളെന്തോ ചെയ്യും? 2i എന്ന് എടുക്കും. കാരണം എന്താണ്? √4 ഇൻറ്റു √i. അപ്പൊ എത്ര? √4 എന്ന് പറഞ്ഞാൽ 2, ദെൻ √-1 എന്ന് പറയുമ്പോൾ i. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ഇമാജിനറി നമ്പേഴ്സ് എടുക്കുന്നത്. ഇമാജിനറി നമ്പേഴ്സ് നമ്മൾ 10ാം ക്ലാസ്സിൽ ഇതിനെ പറ്റി പറയുന്നതായിരുന്നു. സോ റിയൽ നമ്പേഴ്സ്, ഈ ഇമാജിനറി നമ്പേഴ്സ് അല്ലാതെ ബാക്കി എല്ലാ നമ്പേഴ്സിനെയും പറയുന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ? ഇമാജിനറി നമ്പർ അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും പറ്റിയും. റിയൽ നമ്പേഴ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റാഷണൽ നമ്പേഴ്സ് എന്നും ഇറേഷണൽ നമ്പേഴ്സ് എന്നും. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണത് എങ്ങനെയാണ്? P/Q ഫോമിലാണ്. P/Q ഫോമിൽ എന്ന് പറയുമ്പോൾ Q ≠ 0. ഒരിക്കലും Q 0 അല്ല. അത് എല്ലാ ബേസിക് ആയിട്ടുള്ള മാത്സ് അറിയാനുള്ള ആളുകൾക്കും അറിയാം, അറിഞ്ഞുകൂടാത്ത ആളുകൾക്കും അറിയാം. 7/0 ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇൻഫിനിറ്റി ആണ്, അത് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ ചെയ്യാം? അത് ഇതുവരെ പ്രൂവ്ഡ് അല്ല. സോ റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ P/Q ഫോമിലായിരിക്കും. Q ≠ 0 ആയിരിക്കും. ഈ റാഷണൽ നമ്പേഴ്സ് പല ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഡെസിമലിന്റെ രീതിയിലാണ് ഇത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറയുമ്പം ഇപ്പം ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾ ദി ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. -3, -4, -2, -1, 0, 1, 2, 3 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും 0യും ഇൻക്ലൂഡ് ആണ്. ബട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും പോയിന്റ്സോ ഫ്രാക്ഷൻസോ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 0.1, 1.1, 2.2 അതേപോലെ ഒന്നും വരില്ല. നമ്പേഴ്സ് മാത്രമായിരിക്കും. എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സും മാത്രമായിരിക്കും. അതിൻ്റെ അകത്ത് ഡെസിമൽസ് വരെയില്ല. സോ അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടാണ്, റാഷണൽ നമ്പർ എല്ലാവർക്കും അറിയാനുള്ളതാണ് എങ്കിൽ നമ്മൾ പറയുന്നത് റാഷണൽ നമ്പർ ഇൻഡിജേഴ്സ് ഒരു റാഷണൽ നമ്പർ ആണ്. കാരണം അതൊരു P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നു.
പറ്റാത്തത് 4 എന്ന് പറയുന്നത് 4/1 അല്ലേ 4. സോ p/2 ഫോമിൽ 4/1 എന്ന് എഴുതുന്നതാണ്. ദെൻ രണ്ടാമത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടെർമിനേറ്റിംഗ് നമ്പർ. ടെർമിനേറ്റിംഗ് നമ്പർ എന്ന് പറയുമ്പോൾ 0.5, 1.8 എന്ന് പറയുമ്പോൾ അത് ഒരിടത്ത് വെച്ച് എൻഡ് ചെയ്യും എന്ന് പറയുമ്പോൾ അത് പിന്നെ പൊയ്ക്കൊണ്ടിരിക്കില്ല. 0.1234 അങ്ങനെ പൊക്കില്ല. 0.5 അല്ലെങ്കിൽ 0.18 അതേപോലെ ഒരിടത്ത് വെച്ച് നിൽക്കും. അതിനാണ് ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0.3333 അങ്ങനെ ഇൻഫിനിറ്റി അത് പൊയ്ക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ 0.454545 എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു എൻഡിങ് ഇല്ല. അതിനെയൊക്കെയാണ് ഇപ്പം എൻഡിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എൻഡിങ് ഇല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറയും. എൻഡിങ് ഇല്ലെങ്കിൽ അതൊരു റാഷണൽ നമ്പർ ആണ്, കാരണം ടെർമിനേറ്റിംഗ് നമ്പർ ആണ് അത്. മനസ്സിലായോ? സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയെന്ന് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ 7 നമ്മൾ ഡിവൈഡ് ചെയ്യണം 5 വെച്ചിട്ട്. അപ്പൊ എത്രയാണ്? 1 വെച്ചിട്ട് 5, then 2, then പോയിന്റ് 0 എടുത്ത്, സോ 4. അപ്പം 1.4 എന്തോന്നാണ്? ഒരു ടെർമിനേറ്റിംഗ് നമ്പർ ആണ്. മനസ്സിലായോ? ഇത് കണ്ടോ, ഇവിടെ വെച്ച് നിന്നു കേട്ടോ. അടുത്ത നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. 10 divided by 3. അപ്പൊ എത്രയാണ്? 3, 9, 1, പിന്നെയും 0.3, പിന്നെയും 1, 0.3, 0.3, 0.3 അങ്ങനെ 3.3333 അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ 3.3 ഇങ്ങനെ ഒരു ഹൈഫൺ ആണ്. അത് കണ്ടിന്യൂ ചെയ്യണതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹൈഫൺ ഇടുന്നത്. സോ അത് അപ്പം ഇതിനെന്തോന്നാണ് പറയുന്നത്? റിപ്പീറ്റിംഗ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എന്ന് പറയുമ്പോൾ ടെർമിനേറ്റിംഗ് നമ്പർ എന്ന് പറയുമ്പോൾ അത് ഒരിടത്ത് നിൽക്കും, എൻഡിങ് പോയിന്റ് ഉണ്ട്. എന്നാൽ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് അങ്ങനെയല്ല, അത് കണ്ടിന്യൂസ്ലി പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പൊ 10/3 എന്ന് പറയുമ്പോൾ 3.3333 അങ്ങനെ ഇൻഫിനിറ്റി ആണ്. പിന്നെ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനും ഫ്രാക്ഷൻ ആക്കി എഴുതണം. നമുക്ക് 1/7, 5/7, 100/4, 7/2 അങ്ങനെ എല്ലാ ഫ്രാക്ഷൻസും. ഇപ്പൊ ഇതെല്ലാം ഒരു ഫ്രാക്ഷൻ ആണ്. കാരണം ഇപ്പൊ 0.3 ഒരു ഫ്രാക്ഷൻ ആക്കാൻ എന്തോ 3/10. അപ്പൊ എന്തോന്നാണ്? അതൊരു ഫ്രാക്ഷൻ ആണ്. സോ ഇൻഡിജേഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇൻഡിജേഴ്സ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ പോസിറ്റീവും എല്ലാ നെഗറ്റീവും 0യും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇൻഡിജേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോൾ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും -2, -3, then -100 അങ്ങനെ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും. ബട്ട് ഡെസിമൽസ് എടുക്കുന്നതല്ല. ഇൻഡിജേഴ്സിൽ ഡെസിമൽസ് എടുക്കുന്നതല്ല. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്താണ്? 0 to ഇൻഫിനിറ്റി, 1, 2, 3. 0 to പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം. അപ്പൊ അതിനാണ് നമ്മൾ 0 എന്ന് എടുത്തിട്ടുള്ളത്. നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പർ എന്തോന്നൊക്കെയാണ്? 1, 2, 3, 4 അങ്ങനെ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇറേഷണൽ നമ്പേഴ്സിനെ പറ്റി സംസാരിക്കും. ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സും നോൺ റിപ്പീറ്റിംഗ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇത് 0.69235 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്ന് പറയുമ്പോൾ അതൊരിക്കലും റിപ്പീറ്റും ചെയ്യൂല, അതൊരിക്കലും എൻഡും ചെയ്യൂല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൈ. പൈ എന്ന് പറയുമ്പോൾ പൈയുടെ വാല്യൂ എത്രയാണ്? പൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 3.142857 അങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഇറേഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ മിക്ക പിള്ളേരുടെ ഒരു ഡൗട്ടാണ്, പൈന് വേറൊരു വാല്യൂ കൂടി ഉണ്ടല്ലോ 22.7. എന്നാൽ അതൊരു ആക്ച്വൽ വാല്യൂ അല്ല, അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ പൈയുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുമ്പോൾ 3.142857 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ പൈന ഒരു ഇറേഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് പൈനെ 22.7 എന്ന് പറഞ്ഞ് എടുത്തിട്ട് അതിന് നമുക്ക് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ √2 എന്ന് പറയുമ്പോൾ 1.41 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 1.41 എന്നാണ് നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കും. സോ അതുപോലെ തന്നെ √3 എന്ന് പറയുമ്പോൾ 1.732 എക്സെട്ര അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ വേരിയബിൾസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് അതിന് ഇറേഷണൽ നമ്പർ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും റിപ്പീറ്റും ചെയ്യൂല, ഇതൊരിക്കലും എൻഡും ചെയ്യൂല. എന്ന് പറയുമ്പോൾ ഒരിടത്ത് വെച്ച് എൻഡ് ചെയ്യൂല. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് √2ന്റെ വാല്യൂ 1.41, √3 1.732. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം മിക്കയിടത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പൈയുടെ വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് തന്നെ 22/7,
അല്ലെങ്കിൽ 3.142857 എക്സെട്ര. സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഇത് പലയിടത്തും നമ്മൾ യൂസ് ചെയ്യും ഇനി.